ഹലോ അസ്സലാമു അലൈക്കും. 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ ഒരു ഫുൾ സ്ലീവ് ടൈപ്പുള്ള ഉടുപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. താഴേക്ക് ഡബിൾ ലെയറിൽ നെറ്റ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കോളർ വെച്ചിട്ട് ബാക്കിലേക്ക് സിബ് വെച്ചിട്ടാണ് ഈ ഉടുപ്പ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഉടുപ്പിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഉടുപ്പ് തയ്ച്ചിരിക്കുന്നത് താഴേക്ക് ഡബിൾ ലെയർ നെറ്റ് വെച്ചിട്ടാണ്. പിന്നെ താഴെ ഒരു സാറ്റിൻ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. വെൽവെറ്റിൻ്റെ യോക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോളർ നെക്കുമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്ക് സിബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഉടുപ്പ് തയ്ച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടത് ഫുൾ സ്ലീവാണ്. അപ്പോൾ ഈ ഫുൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കുറച്ച് മുത്ത് വർക്ക് കൊടുത്തിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡിസൈന് നമുക്ക് ഹാഫ് സ്ലീവിനും കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് മുത്താണ് എടുത്തിട്ടുള്ളത്. ഇനി മെറൂണ് നൂലും വേണം. അത് ഈ നൂലും സൂചിയിൽ കോർത്തിട്ട് 4 ലെയറിലായിട്ടാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ മുത്ത് തുന്നിയെടുക്കുക. 1/2 ഇഞ്ച് താഴേന്ന് വിട്ടിട്ട് വേണം തുന്നാനായിട്ട്. പിന്നെ നമ്മൾ ഓരോ മുത്ത് തുന്നണേന് ഇടയിലായിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഓരോ മുത്തും തുന്നിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മുത്ത് തുന്നുക, പിന്നെ അടുത്ത സൂചി പൊക്കുന്നത് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം പിന്നെ അടുത്ത മുത്ത് തുന്നുക, എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം സൂചി പൊക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുക്കുക. ഇപ്പോൾ ഇത് തുന്നിയിട്ട് ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നൂല് കുറച്ച് എക്സ്ട്രാ വെച്ചതിന് ശേഷം നമ്മൾ സൂചിമന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അടുത്ത ലെയർ തുന്നിയെടുക്കുക. അടുത്ത ലെയർ തുന്നുമ്പോഴും ഈ നൂല് എക്സ്ട്രാ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. വീണ്ടും നമ്മൾ 3ാമത്തെ ലെയറും തുന്നുന്നുണ്ട്. അതും ഈ നൂല് വിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ കൈയും ഇതേപോലെ തന്നെ തുന്നിയെടുക്കുക. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഓരോ മുത്തുകളും തുന്നി കോർക്കുക. എന്നിട്ട് നമ്മൾ 2 ലെയറായിട്ട് തുന്നിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മുത്തുള്ളായിരുന്നു കയ്യിൽ. അപ്പോൾ അങ്ങനെ മുത്തൊന്നും വാങ്ങിക്കാൻ കഴിയണില്ലല്ലോ. അപ്പോൾ ഉള്ള മുത്ത് വെച്ചിട്ടാണ് ഈ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്ലീവിനും 2 ലെയർ തുന്നി കൊടുത്തതിന് ശേഷമാണ് ഞാൻ 3ാമത്തെ ലെയർ കൊടുക്കുന്നത്. മുത്ത് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡിൽ കണ്ടില്ലേ, ഈ എൻഡിൽ എക്സ്ട്രാ നൂല് വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ 2 സ്ലീവും തുന്നി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ കൊടുക്കണം. മുത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ 3ാമത്തെ ലെയറും ഒരു സ്ലീവിന് കൊടുത്തു കഴിഞ്ഞു. നൂല് എക്സ്ട്രാ വരുന്നത് ആദ്യത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് മറ്റേ സ്ലീവിനും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഈ 3 നൂലില്ലേ, ഈ 2 സൈഡിലും 3 നൂലങ്ങനെ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, ആ ഭാഗം ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീസായിട്ട് അത് വരും. അത് നല്ല കട്ടിയുള്ള നൂലായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് പ്ലീറ്റ്സ് വന്നിട്ട് കൈയിൻ്റെ എൻഡ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ 2 സ്ലീവും ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ട് എടുക്കുക. നമ്മളെ സ്ലീവിൻ്റെ എൻഡിന് എത്രയാണോ ആവശ്യം അതുവരെ ഒന്ന് ചുരുക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ആ 3 നൂലും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഒന്നൊരു നോട്ടിട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കും. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈനൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഫ്രോക്കിനോട് കൂടി ഈ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 3 നൂലും കൂടെ, ഒരു സൈഡിലുള്ള 3 നൂലും കൂടെ നമ്മൾ ഒന്ന് കൂട്ടി കെട്ടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ തയ്ച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടായിട്ട് ഈ മുത്തൊക്കെ ഊരി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സെക്യൂറാക്കി കെട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി ഉടുപ്പാണ്. എളുപ്പം ചെയ്യാനും പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്. പക്ഷേ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ഉടുപ്പാണിത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.